Hi students, welcome to Civil Tips PSC. അപ്പോൾ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഡിസ്കസ് ചെയ്യുകയുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കഴിഞ്ഞ ഒരു 60 ക്വസ്റ്റ്യൻ വരെ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് നമ്മൾ മൂന്നാമത്തെ പാർട്ട് വീഡിയോയാണ്. മൂന്നാമത്തെ പാർട്ട് വീഡിയോയാണ്. നമുക്കിത് ബാക്കി ഫുൾ ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇതിന് മുന്നേത്തെ വീഡിയോസ് കാണാത്തവരാണെങ്കിൽ നിങ്ങൾക്കത് പ്ലേലിസ്റ്റിൽ PVQ എന്നൊരു സെക്ഷൻ ഉണ്ട്, അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. 60 ക്വസ്റ്റ്യൻ വരെ നമ്മൾ നോക്കുകയുണ്ടായി. ഇന്ന് 61ാമത്തെ ക്വസ്റ്റ്യൻ മുതൽ നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്: ദ ലൈൻ ഓഫ് ഇൻ്റർസെക്ഷൻ ഓഫ് എ ലെവൽ സർഫേസ് വിത്ത് ദ ഗ്രൗണ്ട് സർഫേസ് ഈസ് നോൺ ആസ്. ഏതാണ് ഓപ്ഷനിൽ ഹൊറിസോണ്ടൽ ലൈനുണ്ട്, വെർട്ടിക്കൽ ലൈനുണ്ട്, കോണ്ടൂർ ലൈനുണ്ട്, ലെവൽ ലൈനുണ്ട്. ഓക്കെ, ദ ലൈൻ ഓഫ് ഇൻ്റർസെക്ഷൻ ഓഫ് എ ലെവൽ സർഫേസ് വിത്ത് ദ ഗ്രൗണ്ട് സർഫേസ് ഈസ് നോൺ ആസ്. ഏതാണ് ആൻസർ? നിങ്ങൾക്ക് അറിയാവുന്നവർക്കാണെങ്കിൽ കമൻറ്റ് ചെയ്യാം. ഇവിടെ ആൻസർ വരുന്നത് ഏതാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. ഓക്കെ, ഓപ്ഷൻ സി ആണ്. കോണ്ടൂർ ലൈനാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ബാക്കി ഓപ്ഷൻസൊക്കെ നമ്മൾ നേരത്തെയുള്ള ക്വസ്റ്റ്യൻസിലൊക്കെ ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇൻഡയറക്റ്റ് മെത്തേഡ് ഓഫ് കോണ്ടൂറിങ് യൂസിങ് സ്ക്വയർ, ദ സൈസ് ഓഫ് സ്ക്വയർ വേരീസ് ഫ്രം. ഓക്കെ, ഏതാണ് ഓപ്ഷനിൽ 5 to 10 മീറ്റർ ഉണ്ട്, 5 to 15 മീറ്റർ ഉണ്ട്, 5 to 20 മീറ്റർ ഉണ്ട്, 5 to 25 മീറ്റർ ഉണ്ട്. ഓക്കെ, ഏതാണ് ആൻസർ? ഇൻഡയറക്റ്റ് മെത്തേഡ് ഓഫ് കോണ്ടൂറിങ് യൂസിങ് സ്ക്വയർ, ആ സൈസ് ഓഫ് സ്ക്വയർ ആണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഏതാണടാ? ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. ഓക്കെ, ഓപ്ഷൻ സി ആണ്. 5 to 20 മീറ്റർ ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 63ാമത്തെ ചോദ്യം: വാട്ട് ഈസ് ദ ക്വാണ്ടിറ്റി ഓഫ് ഫില്ലിംഗ് ഗിവൺ ദ ഗ്രൗണ്ട് ലെവൽ ആസ് 115.20 ആൻഡ് ഫോർമേഷൻ ലെവൽ ആസ് 116.50. ഓക്കെ, ക്വാണ്ടിറ്റി ഓഫ് ഫില്ലിംഗ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ക്വസ്റ്റ്യനിൽ ക്വാണ്ടിറ്റി ഓഫ് ഫില്ലിംഗ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൽ ഏതാണ് ആൻസർ? ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. ഓക്കെ, ഓപ്ഷൻ എ ആണ്. ഇത് സിമ്പിളാണ്. നമ്മൾ ഈ വാല്യൂസ് തമ്മിൽ മൈനസ് ചെയ്താൽ മതി, രണ്ട് വാല്യൂസ് തമ്മിൽ മൈനസ് ചെയ്താൽ മതി. സോ 1.30 കിട്ടും. ഓപ്ഷൻ എ ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ 64ാമത്തെ ചോദ്യം: ഇൻ റെയിൽവേ കർവ്സ് ദ യൂണിറ്റ് കോഡ് ആർ ജനറലി ടേക്കൺ ബിറ്റ്വീൻ. ഓക്കെ, ഏതാണ് ഓപ്ഷനിൽ 5 and 10 മീറ്റർ, 10 and 15 മീറ്റർ, 15 and 20 മീറ്റർ, 20 and 30 മീറ്റർ. ഏതാണ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, ഓപ്ഷൻ ഡി ആണ്. 20 to 30 മീറ്റർ ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, 20 to 30 മീറ്റർ ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ 65ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ദ ആംഗിൾ വിച്ച് എ സർവേ ലൈൻ മേക്സ് വിത്ത് ദ എക്സ്റ്റൻഷൻ ഓഫ് ദ പ്രിസീഡിംഗ് ലൈൻ. ഓക്കെ, ഇറ്റ് ഈസ് ദ ആംഗിൾ വിച്ച് ദ സർവേ ലൈൻ മേക്ക് വിത്ത് ദ എക്സ്റ്റൻഷൻ ഓഫ് പ്രിസീഡിംഗ് ലൈൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷനിൽ വെർട്ടിക്കൽ ആംഗിൾ ഉണ്ട്, ഇൻക്ലൂഡഡ് ആംഗിൾ ഉണ്ട്, ഡിഫ്ലക്ഷൻ ആംഗിൾ ഉണ്ട്, ഹൊറിസോണ്ടൽ ആംഗിൾ ഉണ്ട്. ഓക്കെ, ഏതാണ് ആൻസർ? എക്സ്റ്റൻഷൻ ഓഫ് ദ പ്രിസീഡിംഗ് ലൈനും സർവേ ലൈനുമാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണല്ലോ. ഓപ്ഷൻ സി ആണ്. ഡിഫ്ലക്ഷൻ ആംഗിളാണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഡിഫ്ലക്ഷൻ ആംഗിളാണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഈ ഒരു ഡിഫ്ലക്ഷൻ ആംഗിളിൽ നമുക്കറിയാം, ഡിഫ്ലക്ഷൻ ആംഗിൾ ആ ഒരു ഇക്വേഷൻ ഉണ്ട്. ഡിഫ്ലക്ഷൻ ആംഗിൾ കണ്ടുപിടിക്കാനൊരു ഇക്വേഷൻ ഉണ്ട്. അതായതാണ് ഡയറക്റ്റ് ആംഗിൾ മൈനസ് എത്രയാണ്? 180 ഡിഗ്രിയാണ് പറയുന്നത് അല്ലേ. ഡയറക്റ്റ് ആംഗിൾ മൈനസ് 180 ഡിഗ്രിയാണ്. ഇനി ഈ ഒരു ഡിഫ്ലക്ഷൻ ആംഗിളിൻ്റെ വാല്യൂ എത്ര വരെയാണ്? അതിൻ്റെ ഒരു റേഞ്ച് എത്രയാണ് പറയുന്നത്? 0 ഡിഗ്രി ടു 180 ഡിഗ്രിയാണ് വാല്യൂ പറയുന്നത് അല്ലേ. 0 ഡിഗ്രി ടു 180 ഡിഗ്രിയാണ് അതിൻ്റെ വാല്യൂ പറയുന്നത്. ദെൻ അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഡയറക്റ്റ് ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡയറക്റ്റ് ആംഗിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു പ്രിസീഡിങ് സർവേ ലൈനിൽ നിന്ന് നമ്മൾ ഫോളോവിങ് സർവേ ലൈൻ ഉണ്ടല്ലോ, അതിൻ്റെ ഇടയ്ക്ക് വരുന്ന ഒരു ആംഗിളിനെയാണ് നമ്മൾ ഡയറക്റ്റ് ആംഗിൾ എന്ന് പറയുന്നത്. അത് നമ്മൾ എപ്പോഴായിരിക്കും? ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആയിരിക്കും. ഓക്കെ, അതായത് ഇപ്പോൾ ഇതൊരു പ്രിസീഡിങ് ലൈനാണ്, ഇതൊരു സർവേ ഫോളോവിങ് ലൈനാണ്. ഓക്കെ, ഫോളോവിങ് സർവേ ലൈനാണ്. ഇതാണ് പ്രിസീഡിങ് ലൈൻ, ഇതാണ് ഫോളോവിങ് സർവേ ലൈൻ. ഓക്കെ, ഇനി ഇത് തമ്മിൽ മേക്ക് ചെയ്ത ഈ ഒരു ആംഗിളിനെയാണ് നമ്മൾ എന്തോന്ന് പറയുന്നത്? നമ്മൾ ഡയറക്റ്റ് ആംഗിൾ എന്ന് പറയുന്നത്. ഓക്കെ, ഡയറക്റ്റ് ആംഗിൾ എന്ന് പറയുന്നത് അത് എങ്ങനെയായിരിക്കും? ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആയിരിക്കും. ഇതിൻ്റെ വാല്യൂ എത്രയാണ്? ഡയറക്റ്റ് ആംഗിളിൻ്റെ വാല്യൂ റേഞ്ച് വരുന്നത് 0 ഡിഗ്രി ടു 360 ഡിഗ്രിയാണ് വരുന്നത്. ഓക്കെ, 0 ഡിഗ്രി ടു 360 ആണ് വരുന്നത്. നമ്മുടെ ഡിഫ്ലക്ഷൻ ആംഗിളിൻ്റെ റേഞ്ച് വരുന്നത് 0 ഡിഗ്രി ടു 180 ഡിഗ്രിയാണ് വരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 66ാമത്തെ ചോദ്യം: വൈൽ യൂസിങ് ടോട്ടർ സ്റ്റേഷൻ കിക്ക് സെറ്റിംഗ് ഓഫ് ദ ഇൻസ്ട്രുമെൻറ്റ് ഓൺ ദ ട്രൈപോഡ്. ഓക്കെ, കിക്ക് സെറ്റിംഗ് ഓഫ് ദ ഇൻസ്ട്രുമെൻറ്റ് ഓൺ ദ ട്രൈപോഡ് ബൈ യൂസിങ് ഏതാണ്?
ഓപ്ഷനിൽ ഫുഡ് സ്ക്രൂ ഉണ്ട്, കോളിമിനേറ്റർ ഉണ്ട്, ലെവലിംഗ് സ്ക്രൂ ഉണ്ട്, ലേസർ പ്ലമ്മറ്റ് ഉണ്ട്. ഏതാണ് ക്വിക്ക് സെറ്റിംഗ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ഏതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, ഓപ്ഷൻ ഡി ആണ്. ലേസർ പ്ലമ്മറ്റ് ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, then next question, which dam is constructed to impound water to its upstream side during the period of excess supply in the river? Okay, which dam is constructed to impound water in upstream side during the period of excess supply എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ഓപ്ഷനിൽ റിജിഡ് ഡാം ഉണ്ട്, സ്റ്റോറേജ് ഡാം ഉണ്ട്, ഡിറ്റൻഷൻ ഡാം ഉണ്ട്, ഡൈവേർഷൻ ഡാം ഉണ്ട്. ഓക്കെ, ഏതാണ് ആൻസർ? ഏതാണ് ആൻസറുടെ ആൻസർ വരുന്നത്? ഏതാണ്? ഓപ്ഷൻ ബി ആണല്ലേ, ഓപ്ഷൻ ബി ആണ്. സ്റ്റോറേജ് ഡാമാണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഈ ഒരു ഡൈവേർഷൻ ഡാം എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? വെള്ളം ഡൈവേർട്ട് ചെയ്ത് വിടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡൈവേർഷൻ ഡാം യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഡിറ്റൻഷൻ ഡാം ആണെങ്കിലോ നമ്മൾ ഫ്ലഡിനെ കൺട്രോൾ ചെയ്യാനാണ് നമ്മൾ ഈ ഒരു ഡിറ്റൻഷൻ ഡാം നിർമ്മിക്കുന്നത്. ദെൻ അതുപോലെ തന്നെ റിജിഡ് ഡാം ആണെങ്കിലോ റിജിഡ് മെറ്റീരിയൽസ് യൂസ് ചെയ്ത് നിർമ്മിക്കുന്ന ഡാമാണ് നമ്മൾ ആ ഒരു റിജിഡ് ഡാം എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾ ഈ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമുക്ക് ഇപ്പം ഇതുവരെയും നിങ്ങൾ ഈ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കാത്ത കുട്ടികളാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒരു പോർഷൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു 50% എബോവ് നിങ്ങൾ ടോപ്പിക്സ് എല്ലാം കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു 2 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എങ്കിലും എടുത്ത് നോക്കുക. അങ്ങനെ നോക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് അത് കാരണമുണ്ടാകുന്ന ഒരു അഡ്വാൻറ്റേജ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അല്ലാതെ നിങ്ങൾ എല്ലാ പോർഷൻസും പഠിച്ചതിന് ശേഷം നിങ്ങൾ പ്രീവിയസ് ഇയർ നോക്കാം എന്നൊരു തരത്തിൽ ഇരിക്കുകയാണെങ്കിൽ അതിൽ നിങ്ങൾക്ക് ലാസ്റ്റ് ചിലപ്പോൾ സമയം കിട്ടാതെ പോകും. മറ്റത് ഇപ്പോൾ സ്റ്റാർട്ടിങ്ങിലേ തന്നെ നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കുക. ഓക്കെ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കി പോവുക. അങ്ങനെ നോക്കുമ്പോൾ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു പോർഷനിൽ നിന്ന് എങ്ങനെ ക്വസ്റ്റ്യൻസ് വരാം എന്നും ആ ക്വസ്റ്റ്യൻസ് ആ ഒരു പോർഷൻ ഏതൊക്കെ രീതിയിൽ നമുക്ക് ചോദിക്കാമെന്നും ഒക്കെ നമുക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു സർവേ അല്ലെങ്കിൽ ബിൽഡിംഗ് മെറ്റീരിയൽസിൻ്റെ ഒരു സബ്ജക്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഓരോ ചാപ്റ്ററിൽ നിന്നും എത്ര ക്വസ്റ്റ്യൻ വീതം വരും എന്നൊക്കെ നമുക്ക് ആ ഒരു ഡീറ്റെയിൽസ് നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കിയാൽ മാത്രമേ മനസ്സിലാകത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നിങ്ങൾ പിന്നീട് എല്ലാം പഠിച്ച് കഴിഞ്ഞിട്ട് നോക്കാം എന്നൊരു തരത്തിലാണ് ഇരിക്കുന്നതെങ്കിൽ അങ്ങ് ആ ഒരു ചിന്താരീതി മാറ്റുക. നിങ്ങൾ പഠിച്ച് തുടങ്ങുന്ന സ്റ്റാർട്ടിങ് ടൈമിലെ തന്നെ നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്ത് പോകുക. ചിലപ്പോൾ നിങ്ങൾക്ക് ആദ്യം ഒന്നും 0 മാർക്കായിരിക്കും നിങ്ങൾക്ക് കിട്ടുക. ഓക്കെ, ഒന്നും അറിയൂടായിരിക്കും. അതിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യുക? പ്രിപ്പയർ ചെയ്ത് ഡെവലപ്പ് ചെയ്ത് വരിക. ഓക്കെ, എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു എക്സാം ഡേറ്റിനോട് അടുക്കുമ്പോഴത്തേക്കും ആ ഒരു ലെവലിൽ നമ്മൾ ആവത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മളെല്ലാം പഠിച്ചിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കാം എന്നൊരു തരത്തിലിരുന്ന് കഴിഞ്ഞാൽ മിക്ക ഉള്ളവർക്കും ലാസ്റ്റ് സമയം കിട്ടാറില്ല. ഓക്കെ, സോ നിങ്ങൾ സ്റ്റാർട്ടിങ്ങിലെ തന്നെ പ്രീവിയസ് ഇയർ, അതായത് നമ്മളങ്ങനെ സ്റ്റാർട്ടിങ്ങിലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കി പോകുമ്പോൾ ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ 100 ക്വസ്റ്റ്യൻ ആണ്. 100 ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കി കഴിയുമ്പോൾ എന്നിട്ട് നിങ്ങൾ ആ ചാപ്റ്ററോട് ജസ്റ്റ് ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ ഇന്ന ചാപ്റ്ററിൽ നിന്ന് ഇത്രയും ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, ഈ പോർഷനിൽ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻ PSCക്ക് ചോദിച്ചിട്ടുള്ളത്. ആ ഒരു തരത്തിൽ നിങ്ങൾക്കത് നിങ്ങൾക്ക് സ്വയമേ തന്നെ അത് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. അത് വളരെ അഡ്വാൻറ്റേജ് ആണ്. ഓക്കെ, വളരെ വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. സോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ അത് സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ ഇതിൽ പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ ക്വസ്റ്റ്യൻസ് വായിച്ചിട്ട് നിങ്ങൾ ഓപ്ഷൻസ് വായിക്കാതെ തന്നെ ആൻസർ ഓർത്തെടുക്കാൻ ശ്രമിക്കുക. ഓക്കെ, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് വായിക്കുമ്പോൾ തന്നെ ആൻസർ 4 ഓപ്ഷൻ നോക്കാതെ തന്നെ നിങ്ങൾ ആൻസർ പിക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ അങ്ങനെ തന്നെ ഓർമ്മിക്കുക. അങ്ങനെ തന്നെ ഓർമ്മിച്ച് ആൻസർ പിക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെയാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യേണ്ടത്. സോ എല്ലാവരും നല്ല രീതിയിൽ തന്നെ പഠിക്കണം. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 68ാമത്തെ ചോദ്യമാണ്. ബേസ്ഡ് ഓൺ ദ ഫംഗ്ഷൻ ഓഫ് കനാൽ ദ കനാൽ ഹാസ് ബീൻ ക്ലാസിഫൈഡ് ഇൻ ടു. ഓക്കെ, ബേസ്ഡ് ഓൺ ദ ഫംഗ്ഷൻ ഓഫ് കനാലാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് ആൻസർ ഏതാണടാ? ആൻസർ വരുന്നത് ഇവിടെ ഏതാണ് വരുന്നത്? ഫംഗ്ഷനാണ് ചോദിച്ചിരിക്കുന്നത്. സോ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. ഓക്കെ, ഓപ്ഷൻ സി ആണ്. ഇറിഗേഷൻ കനാൽ, പവർ കനാൽ, നാവിഗേഷൻ കനാൽ, ലിങ്ക് കനാൽ. ഓക്കെ, അതാണ് ആ ഒരു ബേസ്ഡ് ഓൺ ഫംഗ്ഷൻ്റെ ബേസിൽ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 69ാമത്തെ ചോദ്യം. ദ ഏരിയ ഇൻ വിച്ച് ക്രോപ്പ് ക്യാൻ ബി ഗ്രോൺ സാറ്റിസ്ഫാക്ടറിലി. ദ ഏരിയ വിച്ച് ക്രോപ്പ് ക്യാൻ ബി ഗ്രോൺ സാറ്റിസ്ഫാക്ടറിലി എന്നാണ് ഓപ്ഷനിൽ. കൾച്ചറബിൾ കമാൻഡ് ഏരിയ, അൺകൾച്ചറബിൾ കമാൻഡ് ഏരിയ, ഗ്രോസ് ഏരിയ, കാച്ച്മെൻറ്റ് ഏരിയ. ഏതാണ് ക്രോപ്പ് നന്നായിട്ട് വളരുന്ന ഏരിയ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? സോ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. ഓക്കെ, ഓപ്ഷൻ എ ആണ് അവിടെ ആൻസർ വരുന്നത്.
കൾച്ചറബിൾ കമാൻഡ് ഏരിയ ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഈ അൺകൾച്ചറബിൾ കമാൻഡ് ഏരിയ എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് കൃഷിക്ക് അനുയോജ്യമല്ലാത്ത സ്ഥലങ്ങളാണ്. ഈ ഒരു ഗ്രോസ് കമാൻഡ് ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൽ ടോട്ടൽ ഏരിയ ഉൾപ്പെടും. അതിൽ കൃഷി ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളും വരും, കൃഷി ചെയ്യാൻ പറ്റാത്ത സ്ഥലങ്ങളും ആ ഒരു ഗ്രോസ് കമാൻഡ് ഏരിയയിൽ വരും. ഓക്കെ, ദെൻ 70ാമത്തെ ചോദ്യം നോക്കാം. വിച്ച് ഈസ് പ്രൊവൈഡഡ് ഇൻ ഡൈവേർഷൻ ഹെഡ് വർക്ക് ടു സ്കോർ എവേ സിൽറ്റ് ഡെപ്പോസിറ്റ്. ഓക്കെ, വിച്ച് ഈസ് പ്രൊവൈഡഡ് ഡൈവേർഷൻ ഹെഡ് വർക്ക് ടു സ്കോർ എവേ സിൽറ്റ് ഡെപ്പോസിറ്റഡ്. ഏതാണ് ഓപ്ഷനിൽ ഏതൊക്കെയുണ്ട്? ഓപ്ഷനിൽ ഗ്രോയിൻസ് ഉണ്ട്, ഫിഷ് ലാഡർ ഉണ്ട്, ബാരേജ് ഉണ്ട്, അണ്ടർ സ്ലൂയിസ് ഉണ്ടല്ലേ. ഏതാണ് ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി ആണ്, അണ്ടർ സ്ലൂയിസ് ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ 71ാമത് ചോദ്യം നോക്കാം. ദ റേഷ്യോ ഓഫ് ദ നമ്പർ ഓഫ് ക്യുമിക് ഡേയ്സ് ടു ദ നമ്പർ ഓഫ് ഡേയ്സ് കനാൽ ഹാസ് ആക്ച്വലി ബീൻ യൂസ്ഡ് ഫോർ ഇറിഗേഷൻ. ഏതാണ്? ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണല്ലേ. ദ റേഷ്യോ ഓഫ് ദ നമ്പർ ഓഫ് ക്യുമിക് ഡേയ്സ് ടു ദ നമ്പർ ഓഫ് ഡേയ്സ് കനാൽ ഹാസ് ആക്ച്വലി ബീൻ യൂസ്ഡ് ഫോർ ഇറിഗേഷൻ. ആൻസർ ഏതാണ് വരുന്നത്? ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണല്ലേ, ടൈം ഫാക്ടർ ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ 72ാമത്തെ ക്വസ്റ്റ്യൻ. ലാർജ് പൈപ്സ് ഫോർ ക്യാരിയിങ് വാട്ടർ അണ്ടർ പ്രഷർ ഫ്രം സ്റ്റോറേജ് റിസർവോയേഴ്സ് ടു ടർബൈൻസ്. ഏതാണ്? ലാർജ് പൈപ്സ് ഫോർ ക്യാരിയിങ് വാട്ടർ അണ്ടർ പ്രഷർ ഫ്രം സ്റ്റോറേജ് റിസർവോയേഴ്സ് ടു ടർബൈൻസ്. ഏതാണ്? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണല്ലേ, പെൻ സ്റ്റോക്ക് പൈപ്പാണ് അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ 73ാമത്തെ ചോദ്യം നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോവിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ് ഇൻ കേസ് ഓഫ് ഗൈഡ് ഓർ ചാനലൈസിങ് ഐലാൻഡ്. ഓക്കെ, ഏതാണ്? ഓപ്ഷനിൽ കൺട്രോളിങ് ദ സ്പീഡ് ഓഫ് വെഹിക്കിൾ ഉണ്ട്, ഫോർ ദ റിമൂവൽ ഓർ ഡൈവേർഷൻ ഓഫ് വാട്ടർ ഫ്രം ഹൈവേ ഉണ്ട്, പ്രൊട്ടക്ഷൻ ഓഫ് പെഡസ്ട്രിയൻ ഉണ്ട്, പ്രൊവൈഡിങ് സ്ട്രക്ചറൽ സ്റ്റെബിലിറ്റി ടു ദ പേയ്മെൻറ്റ്. ഏതൊക്കെ വരാം നമുക്കിതിൽ? കൺട്രോളിങ് ദ സ്പീഡ് ഓഫ് വെഹിക്കിൾ അതൊരു കറക്റ്റാണ്. ഫോർ റിമൂവൽ ഓഫ് ഡൈവേർഷൻ ഓഫ് വാട്ടർ ഫ്രം അത് റോങ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. പ്രൊട്ടക്ഷൻ ഓഫ് പെഡസ്ട്രിയൻസ് അതും നമുക്ക് പറയാം. ദെൻ പ്രൊവൈഡിങ് ആക്ച്വലി സ്റ്റെബിലിറ്റി ടു ദ പേയ്മെൻറ്റ് അതും റോങ് ആണ്. സോ ഇവിടെ ആൻസർ വരുന്നത് 1 ആൻഡ് സ്റ്റേറ്റ്മെൻറ്റുകൾ 1ഉം 3യും കറക്റ്റാണ്. സോ ആൻസർ വരുന്നത് ഏതാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഓക്കെ, ഓപ്ഷൻ ബി ആണ്. ഓൺലി 1 ആൻഡ് 3 ആണ് അവിടെ കറക്റ്റായിട്ട് വരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫോർ എർത്തേൺ റോഡ് ദ ക്യാമ്പർ ഷുഡ് ബി. ഓക്കെ, എർത്തേൺ റോഡ് ക്യാമ്പർ ഷുഡ് ബി. ഏതാണ് ആൻസർ ഏതാണ്ടാ? ഇവിടെ ആക്ച്വലി ഈ ഒരു കറക്റ്റ് ആൻസർ ഇല്ലാത്തതാണ്, PSC ഇത് ക്യാൻസൽ ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. നമുക്കിവിടെ കറക്റ്റ് ആൻസർ ഏതാണ് വരുന്നത്? 1 in 33 to ഏതാണ് വരുന്നത്? 1 in 33 to 1 in 25 ആണല്ലേ വരുന്നത്. 1 in 25 ആണ് വരുന്നത് അല്ലേ. അല്ലെങ്കിൽ നമുക്ക് പെർസെൻറ്റേജിലാണ് എങ്ങനെ പറയാം? നമുക്ക് 3 to 4% എന്ന് പറയാമല്ലോ. 3 to 4% എന്ന് പറയാം. അല്ലെങ്കിൽ 1 in 33 to 1 in 25 എന്ന് പറയും. അതാണ് കറക്റ്റ് ആൻസർ. ഈ ഓപ്ഷനിൽ അതല്ലാത്തത് കൊണ്ട് അവിടെ ആ ഒരു ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്യുകയുണ്ടായി. ഓക്കെ, ദെൻ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 75ാമത്തെ ചോദ്യം നോക്കാം. ഓക്കെ, 75ാമത്തെ ചോദ്യം. വിഗ്നോൾസ് റെയിൽ ഈസ് ഓൾസോ നോൺ ആസ്. ഏതാണ്? ഓപ്ഷനിൽ ഫ്ലാറ്റ് ഫൂട്ടഡ് റെയിലുണ്ട്, ബുൾ ഹെഡഡ് റെയിലുണ്ട്, ഡബിൾ ഹെഡഡ് റെയിലുണ്ട്, നൺ ഓഫ് ദി എബോവ് ഉണ്ട്. ഏതാണ്? ഓപ്ഷൻ എ ആണല്ലേ. ഓപ്ഷൻ എ ആണ്, ഫ്ലാറ്റ് ഫൂട്ടഡ് റെയിലാണ് അതിൻ്റെ അതർ നെയിംസ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ 76ാമത്തെ ചോദ്യം. റെയിൽ ചെയർ ആർ മെയിൻലി യൂസ്ഡ് ടു ഫിക്സ്. ഏതാണ്? റെയിൽ ചെയർ നമ്മൾ ഏതിലാണ് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്? ബുൾ ഹെഡഡിലാണല്ലേ. സോ ഓപ്ഷൻ ബി ആണ്, ബുൾ ഹെഡഡിലാണ് നമ്മളത് യൂസ് ചെയ്യുന്നത്. ദെൻ ഫ്ലാറ്റ് ഫൂട്ടഡ് ആണെങ്കിൽ അവിടെ ഫ്ലാറ്റ് ആയതുകൊണ്ട് നമ്മൾ അവിടെ യൂസ് ചെയ്യാറില്ല. നമ്മൾ റെയിൽ ചെയർ നമ്മൾ ഫ്ലാറ്റ് ഫൂട്ടഡ് ആണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യാറില്ല. ബുൾ ഹെഡഡ് റെയിലാണ് നമ്മളത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ബുൾ ഹെഡഡ് റെയിൽ ആൻഡ് ഡബിൾ ഹെഡഡ് റെയിൽസ് ഓൺ സ്ലീപ്പേഴ്സിലാണ് നമ്മൾ റെയിൽ ചെയേഴ്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ 77ാമത്തെ ചോദ്യം നോക്കാം. ബാലസ്റ്റ് സൈസ് യൂസ്ഡ് ഫോർ വുഡൻ സ്ലീപ്പർ ട്രാക്ക് ഷുഡ് ബി. ഓക്കെ, ഏതാണ്? ബാലസ്റ്റ് സൈസ് യൂസ്ഡ് ഫോർ വുഡൻ സ്ലീപ്പർ ട്രാക്ക്. വുഡൻ സ്ലീപ്പർ ട്രാക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന സൈസ് ഏതാണ്? 77ാമത്തെ ചോദ്യം. ആൻസർ വരുന്നത് ഏതാണ്? 20 mm ഉണ്ട്, 40 mm ഉണ്ട്, 30 mm ഉണ്ട്, 50 mm ഉണ്ട്. ഓക്കെ, ഏതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ ഡി ആണ്, 50 mm ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, 50 mm ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 78ാമത്തെ ചോദ്യം നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോവിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ് ഇൻ കേസ് ഓഫ് ത്രൂ ബ്രിഡ്ജ്. ഓക്കെ, ഫോളോവിങ് ത്രൂ ബ്രിഡ്ജിന് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ആൻസർ വരുന്നത് ഏതാണ്? ഓപ്ഷൻ ബി ആണല്ലേ. ഓപ്ഷൻ ബി ആണ്. ദ ഫ്ലോറിംഗ് ഓഫ് ദ ബ്രിഡ്ജ് വിച്ച് ക്യാരീസ് ദ ട്രാഫിക് ഈസ് സപ്പോർട്ടഡ് അറ്റ് ദ ബോട്ടം ഓഫ് ദ മെയിൻ ഗ്രഡർ ഓഫ് ബ്രിഡ്ജ് എന്നാണ്. ഓക്കെ, ഓപ്ഷൻ ബി ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ 79ാമത്തെ ചോദ്യം. ദ ഹെഡിങ് അപ്പ് ഓഫ് ദ വാട്ടർ എബവ് ഈസ് നോർമൽ ലെവൽ വൈൽ പാസിംഗ് അണ്ടർ ദ ബ്രിഡ്ജ് ഈസ് നോൺ ആസ്.
ഏതാണ് ആൻസർ? ക്ലിയറൻസ് ഉണ്ട്, ഫ്രീ ബോർഡ് ഉണ്ട്, അഫ്ലക്സ് ഉണ്ട്, സ്കോർ ഉണ്ട്. ഓക്കെ, ഏതാണ് ആൻസർ വരുന്നത്? ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, അഫ്ലക്സ് ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ 80ാമത്തെ ചോദ്യം, ദ സ്റ്റാൻഡേർഡ് സൈസ് ഓഫ് എ വുഡൻ സ്ലീപ്പർ ഫോർ എ ബ്രോഡ് ഗേജ് ട്രാക്ക്. ബ്രോഡ് ഗേജ് ട്രാക്കിൽ വുഡൻ സ്ലീപ്പറിൻ്റെ സ്റ്റാൻഡേർഡ് സൈസാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് ആൻസർ? ഏതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ എ ആണല്ലേ, ഓപ്ഷൻ എ ആണ്. 275/25/13 സെൻറ്റിമീറ്റർ ആണ് വരുന്നത്. ഇനി ഇവിടെ തന്നെ നമ്മുടെ മീറ്റർ ഗേജിൻ്റെതാണെങ്കിലോ, മീറ്റർ ഗേജിൻ്റെത് വരുന്നത് ഇതാണ് ആൻസർ ആയിട്ട് വരുന്നത്. മീറ്റർ ഗേജിന് വരുന്നത് 183/20/11 സെൻറ്റിമീറ്റർ ആണ് മീറ്റർ ഗേജിന് വരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 81ാമത്തെ ചോദ്യം, ഹൗ മെനി മില്ലിമീറ്റേഴ്സ് ആർ ദെയർ ഇൻ 1 ഇഞ്ച്? ഓക്കെ, 1 ഇഞ്ച് എന്ന് പറഞ്ഞാൽ എത്ര മില്ലിമീറ്റർ എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. സോ ഇവിടെ ആൻസർ ഏതാണ്? നമുക്കറിയാം, ഒരു സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര ഇഞ്ചാണ്? ഒരു സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര ഇഞ്ചാണ്? ഒരു ഇഞ്ചെന്ന് പറഞ്ഞാൽ എത്ര സെൻറ്റിമീറ്റർ ആണ്? ഒരു ഇഞ്ചെന്ന് പറഞ്ഞാൽ 2.54 സെൻറ്റിമീറ്റർ ആണല്ലേ. ഒരു ഇഞ്ചെന്ന് പറഞ്ഞാൽ 2.54 സെൻറ്റിമീറ്റർ ആണ്. സോ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഹൗ മെനി മില്ലിമീറ്റേഴ്സ് ഇൻ 1 ഇഞ്ച്. ഒരു ഇഞ്ചെന്ന് പറഞ്ഞാൽ എത്ര മില്ലിമീറ്റർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ അതിന് നമുക്ക് 10 കൊണ്ട് ഇൻറ്റു ചെയ്താൽ ആൻസർ കിട്ടും. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഓക്കെ, ഓപ്ഷൻ ബി ആണ്. 25.4 mm ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, 25.4 mm ആണ് 1 ഇഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ 82ാമത്തെ ചോദ്യം, കപ്പാസിറ്റി ഓഫ് എ ബോഡി ടു ഡു വർക്ക് ഈസ് കാൾഡ്. ഓക്കെ, വർക്ക് ചെയ്യാനുള്ള ആ ഒരു കപ്പാസിറ്റി നമ്മൾ എന്താണ് പറയുന്നത്? എന്താണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ എ ആണ്, എനർജി ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, എനർജി ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. കപ്പാസിറ്റി ഓഫ് എ ബോഡി ടു ഡു വർക്ക് ചെയ്യാനുള്ള കപ്പാസിറ്റി നമ്മൾ എന്താണ് പറയുന്നത്? എനർജി എന്നാണ് പറയുന്നത്. ഓക്കെ, ദെൻ 83ാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ സൈഡ് ഓഫ് എ സ്ക്വയർ ഹൂസ് ഏരിയ ഈസ് 625 mm²? സിമ്പിൾ ആണല്ലേ. നമുക്ക് ആ ഒരു സ്ക്വയറിൻ്റെ ഏരിയ കാണേണ്ട ഫോർമുല എന്താണ്? എ സ്ക്വയർ ആണ്. എ സ്ക്വയർ എന്ന് പറയുന്നത് 625 ആണ്. സോ എ കാണാനായിട്ട് √625 എടുത്താൽ മതി. സോ നമുക്ക് ആൻസർ ഓപ്ഷൻ സി വരും, 25 എന്ന് വരും. ഓക്കെ, 25 ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ 84ാമത്തെ ചോദ്യം, ഹൗ മെനി ഡിഗ്രീസ് ഈസ് ഈക്വൽ ടു 1 റേഡിയൻ? ഓക്കെ, ഹൗ മെനി ഡിഗ്രീസ് ഈസ് ഈക്വൽ ടു 1 റേഡിയൻ എന്നാണ്. നമുക്ക് പൈ റേഡിയൻ എന്ന് പറഞ്ഞാൽ എത്രയാണ്? പൈ റേഡിയൻ എന്ന് പറഞ്ഞാൽ 180 ഡിഗ്രി ആണല്ലേ. പൈ റേഡിയൻ എന്ന് പറഞ്ഞാൽ 180 ഡിഗ്രിയാണ്. സോ ഒരു റേഡിയൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? ഒരു റേഡിയൻ എന്ന് പറഞ്ഞാൽ 180/π എന്ന് കിട്ടും. ഓക്കെ, 180/π എന്ന് കിട്ടും. സോ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, 180/π എന്ന് വരും. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, ദെൻ 85ാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് സ്ട്രെയിൻ? സ്ട്രെയിനിൻ്റെ യൂണിറ്റാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. ഏതാണടാ? ഏതാണ് ഇവിടെ ആൻസർ വരുന്നത്? സ്ട്രെയിനിൻ്റെ യൂണിറ്റ് ഏതാണ്? ആൻസർ വരുന്നത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, ഓപ്ഷൻ ഡി ആണ്, നോ യൂണിറ്റ്സ്. നമ്മൾ സ്ട്രെയിനിൻ്റെ യൂണിറ്റ്, നമ്മൾ സ്ട്രെയിൻ എങ്ങനെയാണ് പറയുന്നത്? ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത് എന്നാണ് പറയുന്നത്. സോ അത് ക്യാൻസൽ ചെയ്ത് പോകും. ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത് ആണ്. സോ അവിടെ യൂണിറ്റ് ഇല്ല. സോ സ്ട്രെയിനിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് നോ യൂണിറ്റ് ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ 86ാമത്തെ ചോദ്യം, ഇൻ ആൻ ഐഡിയൽ മെഷീൻ. ഓക്കെ, ഐഡിയൽ മെഷീനാണ്. ആൻസർ ഏതാണ് വരുന്നത്? ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണല്ലേ. ഓപ്ഷൻ ഡി ആണ്. വെലോസിറ്റി റേഷ്യോ ഈക്വൽ ടു മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ആണ് അവിടെ വരുന്നത്. ഓക്കെ, ദെൻ 87ാമത്തെ ചോദ്യം, ബോത്ത് എൻഡ് ഓഫ് ദ പൈപ്സ് ആർ പ്ലെയിൻ ഓർ സ്പൈഗോട്ട് ദ ജോയിൻറ്റ് യൂസ്ഡ്. ഓക്കെ, ഏതാണ്? പ്ലെയിൻ ഓർ സ്പൈഗോട്ട് ആണ് നമ്മളവിടെ യൂസ് ചെയ്യുന്ന ജോയിൻറ്റ് ഏതാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. ഓക്കെ, ഓപ്ഷൻ എ ആണ്. മെക്കാനിക്കൽ ജോയിൻ്റ് ആണ് നമ്മളവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 88ാമത്തെ ചോദ്യമാണ്, ദ ഡ്രെയിനേജ് പൈപ്പ് ദാറ്റ് ക്യാരീസ് ലിക്വിഡ് വേസ്റ്റ് കണ്ടെയ്നിങ് ഹ്യൂമൻ എക്സ്ക്രീറ്റ ഉള്ള ലിക്വിഡ് വേസ്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അത് ഡ്രെയിൻ ചെയ്ത് പോകുന്ന പൈപ്പ് ഏതാണ്? ആൻസർ ഏതാണടാ? ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണല്ലേ, സോയിൽ പൈപ്പാണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഇനി നമ്മുടെ ഈ ഒരു വേസ്റ്റ് പൈപ്പ് നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? വേസ്റ്റ് പൈപ്പ് നമ്മുടെ ആ ഒരു സിങ്കിലുള്ള വേസ്റ്റ് വാട്ടറും അതുപോലെ തന്നെ നമ്മൾ കുളിക്കുന്ന വെള്ളം അതുപോലെയുള്ള വെള്ളം വാട്ടേഴ്സ് പോകാൻ വേണ്ടിയിട്ടാണ് വേസ്റ്റ് പൈപ്പ് നമ്മളവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഹ്യൂമൻ എക്സ്ക്രീറ്റ ഉള്ള ഡ്രെയിനേജ് ആണെങ്കിൽ നമ്മളത് സോയിൽ പൈപ്പ് വഴിയാണ് കൊണ്ടുപോകുന്നത്. ഓക്കെ, ദെൻ 89ാമത്തെ ചോദ്യം നോക്കാം. ദ വാട്ടർ ട്രീറ്റ്മെൻറ്റ് ഇൻ വിച്ച് വെരി ഫൈൻ കൊളോയിഡിയൽ ആൻഡ് സസ്പെൻഡഡ് പാർട്ടിക്കിൾസ് ആൻഡ് മൈക്രോ ഓർഗാനിസം ആർ റിമൂവ്ഡ്. ഏതിലാണ് ആ ഒരു മൈക്രോ ഓർഗാനിസം റിമൂവ് ചെയ്യുന്നത്? ഏത് സ്റ്റേജിലാണ്?
ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണല്ലേ, ഫിൽട്രേഷനാണ് അവിടെ ആൻസറായിട്ട് വരുന്നത്. നമുക്കറിയാം സ്ക്രീനിങ്ങിൽ നിന്ന് നമുക്ക് കുറച്ച് വലിയ മെറ്റീരിയൽസ് മാത്രമാണ് പോകുന്നത്, കൊയാഗുലേഷൻ വഴി അതിനേക്കാളും കുറച്ചുകൂടെ ചെറിയ മെറ്റീരിയൽസാണ് പോകുന്നത്. ദെൻ ഫിൽട്രേഷൻ വഴിയാണ് നമ്മുടെ ആ ഒരു ഫൈൻ കൊളോയിഡൽ അല്ലെങ്കിൽ സസ്പെൻഡഡ് പാർട്ടിക്കിൾസ് ഒക്കെ റിമൂവ് ആവുന്നത്. ഓക്കെ, ദെൻ 90ാമത്തെ ചോദ്യം നോക്കാം. The structure constructed in the form of a chamber along the sewer line to admit clear rain water into the combined sewer. ഓക്കെ, ഏതാണ് ആൻസർ വരുന്നത്? ആൻസർ ഓപ്ഷനിൽ ലാമ്പ് ഹോൾ ഉണ്ട്, ക്ലീൻ ഔട്ട്സ് ഉണ്ട്, ക്യാച്ച് ബേസിൻ ഉണ്ട്, നൺ ഓഫ് ദീസ് ഉണ്ട്. ഓക്കെ, ഏതാണ് ആൻസർ വരുന്നത്? ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണല്ലേ, ഓപ്ഷൻ സി ആണ്, ക്യാച്ച് ബേസിനാണ് അവിടെ ആൻസറായിട്ട് വരുന്നത്. ഓക്കെ, ദെൻ 91ാമത്തെ ചോദ്യം നോക്കാം. BOD സ്റ്റാൻഡ്സ് ഫോർ. ഓക്കെ, BOD എന്ന് പറഞ്ഞാൽ എന്താണ്? BOD എന്ന് പറഞ്ഞാൽ എന്താണ്? ബയോ കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് ആണല്ലേ, ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്. ഓക്കെ, ബയോ കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് ആണ് BOD എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ 92ാമത്തെ ചോദ്യം. These are small sized screw down types of sluice valve installed in service connection. ഓക്കെ, ഏതാണ്? ഓപ്ഷനിൽ ബിപ് കൂക്സ് ഉണ്ട്, ഫയർ ഹൈഡ്രൻ്റ് ഉണ്ട്, റിലീഫ് വാൾവ് ഉണ്ട്, സ്റ്റോപ്പ് കൂക്സ് ഉണ്ട്. ഓക്കെ, ഏതാണ് ആൻസർ? ആൻസർ വരുന്നത് ഏതാണടാ? ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, ഓപ്ഷൻ ഡി ആണ്, സ്റ്റോപ്പ് ഹൂക്സ് ആണ് അവിടെ ആൻസറായിട്ട് വരുന്നത്. ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത്. ഓക്കെ, ദെൻ 93ാമത്തെ ചോദ്യം. വാട്ട് ഈസ് ദ കമാൻഡ് ടു ദ ഫസ്റ്റ് ഐക്കൺ ഇൻ ദ ഡ്രോപ്പ് പാനൽ? ഇത് ഓട്ടോഗേറ്റിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് ദ കമാൻഡ് ടു ദ ഫസ്റ്റ് ഐക്കൺ ഇൻ ഡ്രോപ്പ് പാനൽ? ആ ഡ്രോപ്പ് പാനൽ നമ്മൾ ഫസ്റ്റ് കാണുന്ന ഐക്കൺ ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണല്ലോ, ഓപ്ഷൻ എ ആണ്, ലൈൻ കമാൻഡാണ് നമ്മളിവിടെ ഫസ്റ്റ് കാണുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 94. വിച്ച് കമാൻഡ് ഈസ് യൂസ്ഡ് ടു ക്രിയേറ്റ് എ ലൈൻ ഓഫ് ഇൻഫൈനൈറ്റ് ലെങ്ത് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന കമാൻഡ് ഏതാണ്? എക്സ് ലൈൻ ആണല്ലേ. സോ ആൻസർ ഓപ്ഷൻ ബി ആണ്, എക്സ് ലൈൻ ആണ് അവിടെ ആൻസറായിട്ട് വരുന്നത്. ഓക്കെ, നമുക്ക് ഈ ഓട്ടോക്കേഡ് നമുക്കറിയാം ചില എക്സാമിനൊക്കെ നമ്മൾ ഈ ഒരു റാങ്ക് മേക്കിംഗ് തരത്തിലോട്ട് ഓട്ടോക്കേഡിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. സോ ഓട്ടോക്കേഡും ഇമ്പോർട്ടൻ്റ് ആയ ഒരു സബ്ജക്റ്റ് തന്നെയാണ്. നമുക്ക് ഓരോ എക്സാമിനോട്ട് പോകും തോറും പുതിയ ക്വസ്റ്റ്യൻസ് നമുക്ക് ഓട്ടോക്കേഡിൽ നിന്ന് കാണാം. സോ ഓട്ടോക്കേഡും കുറച്ച് ഡീപ്പായിട്ട് പഠിക്കേണ്ടത് തന്നെയാണ്. ഓക്കെ, ചില എക്സാമിനൊക്കെ നമുക്ക് ആ ഓട്ടോക്കേഡ് എന്ന സബ്ജക്റ്റിൽ നിന്നായിരിക്കും ആ ഒരു റാങ്ക് മേക്കിംഗ് തരത്തിൽ ക്വസ്റ്റ്യൻസ് വരുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം 95ാമത്തെ ചോദ്യം. കമാൻഡ് ഫോർ സേവിങ് കറണ്ട് ഡോക്യുമെൻറ്റ് ഫയൽ. ഏതാണ് ഡോക്യുമെൻറ്റ് ഫയൽ നമ്മൾ സേവ് ചെയ്യാൻ? കൺട്രോൾ എസ് ആണ്, ഓപ്ഷൻ സി ആണ് അവിടെ ആൻസർ വരുന്നത്. ഓക്കെ, ദെൻ ഷോർട്ട് കട്ട് കീ ഫോർ പോളാർ ട്രാക്കിംഗ് ഓൺ ഓർ ഓഫ്. ഏതാണ്ടാ നമ്മൾ പോളാർ ട്രാക്കിംഗ് നമ്മൾ കൺട്രോൾ ചെയ്യുന്നത് ഏത് കീ ആണ്? ഓപ്ഷൻ ഡി ആണല്ലോ, ഓപ്ഷൻ ഡി ആണ്, F10 ആണ്. അതുപോലെ F8 ആണെങ്കിലോ F8 ഓർത്തോ ആണല്ലോ, ഓർത്തോ നമ്മൾ ഓൺ ഓഫ് ചെയ്യാനാണ് F8 നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ 97ാമത്തെ ചോദ്യം. സെലക്ട് എ മോഡിഫയിങ് കമാൻഡ് ഏതെന്നാണ്? ഓപ്ഷനിൽ ലൈൻ ഉണ്ട്, ആർക്കുണ്ട്, റൊട്ടേറ്റ് ഉണ്ട്, എക്സ് ലൈൻ ഉണ്ട്. ഓക്കെ, ഏതാണ് ആൻസർ? നമുക്കറിയാം ഓപ്ഷൻ ബി ആണല്ലേ, ഓപ്ഷൻ ബി ആണ്, റൊട്ടേറ്റ് ആണ് ഒരു മോഡിഫയിങ് കമാൻഡായിട്ട് നമുക്ക് പറയാൻ കഴിയുന്നത്. ഓക്കെ, ദെൻ 98ാമത്തെ ചോദ്യം. വിച്ച് കമാൻഡ് ഈസ് യൂസ്ഡ് ടു ഗെറ്റ് എ 3D വ്യൂ ഓഫ് ആൻ ഒബ്ജക്റ്റ്? ഒരു ഒബ്ജക്റ്റിൻ്റെ 3D വ്യൂ കിട്ടുന്നത് ഏത് കമാൻഡ് വഴിയാണ്? ഏതാണടാ ആൻസർ വരുന്നത്? ഏതാണ് ആൻസർ? ഓപ്ഷൻ ബി ആണ്. ഓക്കെ, ഓപ്ഷൻ ബി ആണ്, വി പോർട്ടാണ്. ഓക്കെ, ഒരു ഒബ്ജക്റ്റിൻ്റെ 3D വ്യൂ നമുക്ക് കിട്ടുന്നത് ഏത് കമാൻഡ് വഴിയാണ്? വി പോർട്ട് വഴിയാണ്. ഓക്കെ, വി പോർട്ട് വഴിയാണ് നമുക്കത് കിട്ടുന്നത്. ഓക്കെ, ദെൻ 99ാമത്തെ ചോദ്യം. വിച്ച് ഫയൽ ഫോർമാറ്റ് ഈസ് യൂസ്ഡ് ടു റിവ്യൂ 2D ഡ്രോയിങ്സ് ഇൻ 3D പ്രോഗ്രാം? ഓക്കെ, ഏത് ഫയൽ ഫോർമാറ്റാണ്? നമുക്കറിയാം ഒരു ഓപ്ഷൻ ഉള്ള അവിടെ ഓപ്ഷൻ എ ആണ്, DWG ആണ് അവിടെ ആൻസറായിട്ട് വരുന്നത്. ഓക്കെ, ദെൻ 100ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് കമാൻഡ് ഈസ് യൂസ്ഡ് ടു സെറ്റ് എ ഡ്രോയിങ് സ്ക്രീൻ ടു A4 സൈസ്? ഡ്രോയിങ് സ്ക്രീനിനെ നമ്മൾ A4 സൈസിലോട്ടാക്കാൻ യൂസ് ചെയ്യുന്ന കമാൻഡ്, അതായത് നമ്മൾ ആ ഒരു ഡ്രോയിങ് സ്ക്രീൻ നമുക്ക് ലിമിറ്റ് സെറ്റ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന ടൂൾ ഏതാണ്? ഓപ്ഷൻ ഡി ആണല്ലേ, ഓപ്ഷൻ ലിമിറ്റ് ആണ് നമ്മൾ യൂസ് ചെയ്ത ഓപ്ഷൻ ഡി ആണ് അവിടെ ആൻസറായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്കത് യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങൾക്കത് അതും കമൻ്റ് ഇടാം. നിങ്ങളുടെ ആ ഒരു കമൻറ്റും ലൈക്കുമാണ് നമുക്ക് ഇതുപോലുള്ള വീഡിയോസ് ചെയ്യാനുള്ളൊരു പ്രചോദനം എന്ന് പറയുന്നത്. സോ നിങ്ങൾ വീഡിയോ ഇഷ്ടമായി കമൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക. നമ്മുടെ ഈ ഒരു ജൂൺ ജൂലൈ മാസങ്ങൾ എക്സാം വരുന്നുണ്ട്. അതുപോലെ തന്നെ ഓഗസ്റ്റിൽ നമുക്ക് എക്സാം ഡേറ്റ്സ് ഒക്കെ വന്നിട്ടുണ്ട്. സോ എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക. താങ്ക് യു.